പഴമാങ്ങ പുളിശ്ശേരി പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് 8 മാങ്ങ എടുത്തിട്ടുണ്ട്. വീണ് കിട്ടിയ മാങ്ങയാണ്. ഇതിൻ്റെ തൊലി പൊളിച്ചതിന് ശേഷം ഉൾഭാഗത്തുള്ള അതിൻ്റെ കാമ്പും അണ്ടിയോട് കൂടിയ ഭാഗമാണ്. ഇത് ഉപയോഗിച്ചാണ് പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയതാണ്. പച്ചമുളക് കീറിയതും കുറച്ച് ചുവന്ന മുളകിൻ്റെ പൊടി, ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് മുളകും പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും, അതിലേക്ക് പാകമായ ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാങ്ങേൻ്റെ മേലെ നിൽക്കണം വെള്ളം. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വലിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് വേവിക്കുക. ഗ്യാസുമ്മലാണ് വെച്ച് വേവിക്കുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. മൺചട്ടിയിൽ പിടിച്ചു പോകും. അത് ചൂടാകുന്നതനുസരിച്ച് മാങ്ങ ചട്ടിയിൽ പിടിക്കും. പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പഴുത്ത മാങ്ങയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കണം. പെട്ടെന്ന് അടി പിടിച്ചു പോകും മാങ്ങ. കട്ടിയുള്ള മൺചട്ടിയിലാണിത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങയും ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ മാങ്ങ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി അര ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ഗ്ലാസ് വെള്ളം വറ്റി, 1 ഗ്ലാസ് വറ്റിപ്പോയിന്. വെന്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കണം. തേങ്ങ അരച്ചത് ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം നല്ലോണം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത്. ചൂടാറി വരുമ്പോൾ കട്ടിയായി പോകും. കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്, ഒരു ഒഴിച്ച് കറിയായിട്ട്. ഇതിൽ ഇങ്ങനെ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് പാകത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കുക, കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിന്. മൺചട്ടി ചൂടാറുമ്പോഴേക്ക് നല്ല കട്ടിയായി പോകും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇത് നല്ലപോലെ തിളയ്ക്കണം. നല്ലോണം വെട്ടി തിളയ്ക്കണം തേങ്ങ കലക്കിയതിന് ശേഷം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കുറച്ചൊക്കെ കുറുകി തുടങ്ങിയാണ്. ഇതിലേക്ക് മോര് അടിച്ചതാണ്, മിക്സിയിലിട്ട് അടിച്ചതാണ് തൈര് കിട്ടാനില്ലാത്തതുകൊണ്ട് പുളിപ്പുള്ള തൈരാണ് ഇതിൽ അടിച്ചൊഴിച്ചത്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം തീ കത്തിക്കണ്ട, തിളയ്ക്കും വേണ്ട. ഈ ചൂടിൽ തന്നെ നിന്നാൽ മതി. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറുകി വരും. മൺചട്ടി ആയതുകൊണ്ട് ആറുന്നതിനനുസരിച്ച് കുറുകി വരും. ഇതിലേക്ക് ഇനി വറവ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ ഉപ്പും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാനുണ്ട്. അത്
ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒരിത്തിരി ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ അധികം മധുരമില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്കൊന്ന് വറവ് ചേർത്തി കൊടുക്കുക. കറി പാകമായിട്ടുണ്ട്. വറവ് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളക് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചുവന്നുള്ളി മുറിച്ചതും ഇതിലേക്ക് മുളകിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നാക്കി ഇളക്കി ഉള്ളി നല്ല ചുവന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ കരിയരുത്, നല്ലോണം ഉലുവയൊന്ന് പൊട്ടിയാൽ മതി. കുറച്ച് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. വറവൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടെ നേരം അത് മൂടി വെക്കുക. വെള്ളം ഒന്നുകൂടി വറ്റാനുണ്ട്. മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൂസായിട്ട് ഉണ്ടാക്കിയത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കുറുകി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്യണേ.